യേശുവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം എമാവൂസിലേക്കുള്ള യാത്രാമധ്യേ അപ്പസ്തോലന്മാർ യേശുവിനെ തിരിച്ചറിയുന്നതാണ്. ഇത് രണ്ട് കാര്യങ്ങൾ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുവിനെ തിരിച്ചറിയുവാനുള്ള രണ്ട് വഴികളാണ് ഇവിടുത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടതും അല്ലെങ്കിൽ സുവിശേഷ ഭാഗങ്ങൾ വായിക്കുന്നത്. ഒന്ന്, അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു, ഹൃദയം തുറന്നു. ഇത് കഴിഞ്ഞ് അപ്പം മുറിച്ച് നൽകിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇത് നമ്മുടെ ഒരു ഭൗതിക ജീവിതയാത്രയായി മാത്രം കാണരുത്, ഇതൊരു സ്പിരിച്വൽ ജേർണി ആയിട്ടും കൂടി നമ്മൾ സുവിശേഷത്തെ വായിക്കാവൂ. ഇപ്പോൾ നമ്മുടെ ആത്മീയ യാത്രയിൽ പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. ഒന്ന്, ഹൃദയം കഠിനമായി പോകാം, വല്ലാതെ കഠിനമായി പോകാം. അങ്ങനെ കഠിനമായി പോകുമ്പോൾ അത് സംഭവിക്കുന്നതെന്നറിയാവോ? നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റില്ല, നമുക്ക് ഒന്ന് എളിമപ്പെടാൻ പറ്റില്ല, നമുക്കൊന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ പാപത്തിൻ്റെ സ്വാധീനവും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കി മാറ്റും. അങ്ങനെ ഹൃദയരായി മാറിയവർ നമ്മുടെ കുടുംബങ്ങളിൽ പോലും കാണും. ഇപ്പം ചില കാര്യങ്ങളൊക്കെ സത്യമാണെന്നറിയാം, നന്മയാണെന്നറിയാം, ഉപേക്ഷിക്കേണ്ടതാണെന്നറിയാം. എന്നാലും ചില തിരുത്തലുകൾക്ക് ഒരു വിധത്തിലും വിധേയരാകാതെ ഞങ്ങളിങ്ങനെ തന്നെ തുടരുകയുള്ളൂ, ഞങ്ങളുടെ ഇഷ്ടത്തിനെ ജീവിക്കുകയുള്ളൂ. മാരകപാപത്തിൽ സഞ്ചരിക്കുമ്പോഴും അവരവസ്ഥയിൽ നിന്ന് ഒന്ന് അനുദപിക്കാനോ ഏറ്റുപറയാനോ തയ്യാറാകാതെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്നാ കുഴപ്പം, ഞങ്ങളിങ്ങനെയൊക്കെ പോവുള്ളൂ എന്ന് തെല്ല അഹങ്കാരത്തോടെ പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട, ഹൃദയം കഠിനമായി പോയതാണ്. ദൈവസ്നേഹത്തിൽ നിന്നും ഒരുവൻ പൂർണ്ണമായി അകലുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ഹൃദയം കഠിനമായി പോകും. ഇവർ ജെറുസലേമിൽ നിന്നും എമാവൂസിലേക്ക് പോവുക, അകന്നു പോയപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു സ്പിരിച്വൽ അർത്ഥത്തിൽ എടുക്കുമ്പോൾ അവരുടെ ഹൃദയം കഠിനമായിരിക്കുകയാണ്. ഹൃദയം കഠിനമായി പോയി. എന്നാൽ ഇന്നലകളിലോ, അവരുടെ ജീവിതത്തിൽ ഇന്നലകളിൽ ഈ കർത്താവിൻ്റെ കൂടെ നടന്നവരാണ്. യേശു പറഞ്ഞത് മുഴുവൻ കേട്ടതാണ്. നിങ്ങൾ നശിപ്പിക്കുകയും 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ദേവാലയം പുനരുദ്ധരിക്കും, തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഞാൻ പീഡിപ്പിക്കപ്പെടുകയും മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്യുമെന്ന് 2-3 പ്രാവശ്യം ഈശോ മരണത്തിന് മുമ്പ് പ്രവചിക്കുന്നുണ്ട്. പിന്നെ അവൻ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അവൻ സഹിച്ചത്, കുരിശിൽ മരിച്ചത്, ഉദ്ധാനം ചെയ്തതിൻ്റെ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം കേട്ടതാണ് ഇവർ. ഇതെല്ലാം അറിയാൻ ആയിരുന്നിട്ടും യേശു കൂടെ നടന്നിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ പറയുന്ന ജീവിക്കുന്ന കർത്താവ് 3 വർഷക്കാലം ശരീരത്തിൽ ഇവരുടെ കൂടെ നടന്നിട്ട്, അതേ കർത്താവ് ഉദ്ധാനം ചെയ്തു ഉദ്ധിതനായ കർത്താവ് ഇവിടെ കൂടെ നടന്നവർക്ക് അവർക്ക് മനസ്സിലായില്ല. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായൊരവസ്ഥയാണ്. നമുക്ക് ചോദിച്ചാൽ നമുക്ക് ഈശോയെ അറിയാം, ഇവിടെ ഇരിക്കുന്ന ആർക്കാ ഈശോയെ അറിയാൻ പാടില്ലാത്ത? യേശു മരിച്ചുവെന്നും യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തുവെന്നും യേശു നമുക്ക് വേണ്ടി കുരിശിൽ സഹിച്ചുവെന്നും അവൻ 3-ാം ദിവസം ഉദ്ധാനം ചെയ്തുവെന്നും ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്നും അവൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തെന്നും ആത്മാവിലുള്ള ജീവിതം അത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ യാത്രകളിൽ നിരന്തരം നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യാത്ര ചെയ്യേണ്ടതാണെന്നൊക്കെ നമുക്കറിയാം. ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഒരു ജീവിത സാഹചര്യം വരുമ്പോൾ നമ്മൾ ഈ അറിവുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഫലപ്രദമാകാത്ത രീതിയിൽ ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുന്ന അനുഭവം എല്ലാം അറിയാം. എന്നാലും എന്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് പോകും. ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. ഒരു തടസ്സം വരുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരായി, മാനസികവും ഭൗതിക ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളും വല്ലാതെ ഡിസ്റ്റർബ്ഡായി, പിന്നെ സാഹചര്യങ്ങളെല്ലാത്തിനും പഴിചാരി, ഒരു തകർച്ചയും ഒരു രോഗവും ഒരു നഷ്ടവും പരാജയമൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സമനില പോലും തെറ്റിപ്പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറുക. എന്നാൽ യേശുവിനറിയാം, അവൻ ഉദ്ധാനം ചെയ്തതാണെന്നറിയാം, ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എന്നറിയാം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ എത്ര പേർക്ക് ഈ അറിവ് അനുഭവമാക്കി മാറ്റുന്ന ഒരു ആത്മീയ തലം ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. ഈ അപ്പസ്തോലന്മാർ കൂടെ നടന്നതല്ലേ? നമ്മളെക്കാളും ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നവരാണ് ഈ അപ്പസ്തോലന്മാർ. എന്നിട്ടും യേശു ഇവരുടെ കൂടെ നടന്നിട്ട് ഇവർക്ക് യേശുവിനെ മനസ്സിലായില്ല. അറിവുണ്ടായിരുന്നു, പക്ഷേ ആ യഥാർത്ഥ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വന്നപ്പോൾ അവർക്ക് യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റിയില്ല. പ്രലോഭനങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്, സഹനങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്.
നമ്മുടെ ഒറ്റപ്പെടലിലും തിരസ്കരണ അനുഭവങ്ങളിലുമൊക്കെ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇത് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ആത്മീയ പക്വത എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് വളരാൻ തക്ക വിധത്തിൽ ഈശോ ചെയ്ത് തന്നെ യേശു വചനം തന്നെക്കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങളിലും സങ്കീർത്തനങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പസ്വലന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അതായത് കഠിനമായി പോയ ഹൃദയത്തിന് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. എന്നിട്ട് ഇവർക്ക് പൂർണ്ണമായി മനസ്സിലായി. കാരണം കണ്ണുകൾ മൂടപ്പെട്ട് കിടക്കുക, കണ്ണടഞ്ഞുപോയി, ആത്മീയ നയനങ്ങൾ അടഞ്ഞുപോയി. ആത്മീയ നയനങ്ങൾ അടഞ്ഞുപോയ പ്രശ്നം എന്താണെന്നറിയാവോ? പിന്നെ കാണേണ്ടത് കാണാൻ നമുക്ക് പറ്റിയല്ല. ബാക്കിയെല്ലാം ചിലപ്പോൾ നമ്മൾ കാണുകയും ചെയ്യും. നമുക്ക് കാണാൻ പാടില്ലാത്ത സകലതും ചിലപ്പോൾ നമ്മൾ കാണുകയും ചെയ്യും. പക്ഷെ കാണേണ്ടത് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ നയനങ്ങൾ അടഞ്ഞു പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ കിടക്കുന്ന എൻ്റെ അമ്മയുടെ വേദന, അപ്പൻ്റെ സങ്കടം, ജീവിത പങ്കാളി അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഞാൻ മൂലം അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അല്ലാതെ കടന്നു പോകുന്ന മക്കൾ അനുഭവിക്കുന്ന വേദനകൾ, അവരുടെ സ്വകാര്യ, ഇതൊന്നും കാണാൻ പറ്റില്ല. ഇതൊന്നും കാരണം കണ്ണടഞ്ഞു പോയി. നടക്കുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ടോ, ശരീരത്തിൻ്റെ യാത്ര തുടരുന്നുണ്ട്, പക്ഷേ ആത്മീയ അന്ധതയിലേക്ക് പോയി. ആത്മീയ അന്ധതയിലേക്ക് പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റാത്തൊരവസ്ഥ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് വല്ലാത്ത ഇരുട്ടനുഭവപ്പെടും. വല്ലാത്തിരുട്ട്. യേശു യഥാർത്ഥ പ്രകാശമായതുകൊണ്ട് ആ പ്രകാശത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അന്ധകാരത്തിൽ നടക്കുന്നവരായിട്ട് മാറും. അപ്പോൾ ഈ അപ്പസ്വലന്മാർ യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടതുണ്ട്, കണ്ണടഞ്ഞു പോയി, ആത്മീയ നയനങ്ങൾ അടഞ്ഞു പോയിട്ട് യേശുവാണ് കൂടെ നടക്കുന്നത് മനസ്സിലായില്ല. ഉദ്ധാനം ചെയ്ത കർത്താവ് വന്നിട്ട് നമുക്കറിയാം പത്രോസിനെ വിളിക്കുന്നുണ്ട്. പത്രോസ് മനസ്സിലാകുന്നില്ല. അതായത് 3 വർഷക്കാലം കൂടെ നടന്ന ഒരാൾ വിളിക്കുമ്പോൾ അവൻ്റെ സ്വരം കേൾക്കാൻ കേട്ടാൽ നമുക്ക് മനസ്സിലാകില്ലേ? അത് യേശുവാണെന്ന് മനസ്സിലായില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ണെത്താ ദൂരത്ത് യേശു നിൽക്കുമ്പോൾ അവൻ്റെ ഇത് യേശുവാണെന്ന് മനസ്സിലാക്കാൻ കണ്ണ് തുറന്നു നോക്കിയാൽ നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും അപ്പസ്വലന്മാർക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു. ഇനി കണ്ണ് തുറക്കപ്പെട്ടത് എങ്ങനെയാണ്? അപ്പം മുറിച്ച് നൽകിയപ്പോൾ. വിശുദ്ധ കുർബാന സ്വീകരണം നമ്മുടെ ആത്മീയ നയനങ്ങളെ തുറക്കും. യേശുവിനെ കാണാൻ അത് നമ്മെ സഹായിക്കും. വചനം മുറിച്ച് നൽകി അവരുടെ ഹൃദയത്തെ ആ ജ്വലനം, അതുകൊണ്ടാണ് പറഞ്ഞത്, അയ്യോ അവൻ വചനം മുറിച്ച് നൽകിയപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ, ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ജ്വലനം അവിടുത്തെ വചനത്താൽ നൽകപ്പെടുകയും അപ്പം മുറിച്ച് നൽകിയപ്പോൾ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവം കിട്ടുമ്പോൾ നമുക്ക് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ആ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ പറ്റും. ഈ കൂടെ നടക്കുന്ന ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ ഹൃദയം തുറക്കപ്പെടേണ്ടതുണ്ട്, നമ്മുടെ നയനങ്ങൾ തുറക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറയുക, ഈശോയെ എൻ്റെ ഹൃദയത്തെ തുറന്നു തരണമേ, എൻ്റെ ആത്മീയ നയനങ്ങളെ തുറന്നു തരണേ. കാരണം ഈ ആത്മീയ യാത്രയിൽ എപ്പോഴും കൂടെ നടക്കുന്ന ഉദ്ധിതനായ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോയാൽ അത് വല്ലാത്ത അസ്വസ്ഥതകൾ നമ്മളിൽ ഉണ്ടാക്കും. അല്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതകളുടെ നടുവിൽ ആ അവസ്ഥകളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. ഇങ്ങനെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ വചനത്താലും തൻ്റെ ബലിയിലാലും നമുക്ക് അവനെ തന്നെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ നോക്കിയേ, വചനം മുറിച്ച് നൽകുന്നുണ്ട്, അപ്പം മുറിച്ച് നൽകുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വചനം നൽകുന്നുണ്ട്, വചനത്തോടൊപ്പം അവൻ്റെ ശരീരവും രക്തവും തരുന്നുണ്ട്. ഇതിനാ നമ്മുടെ ഹൃദയം അവൻ്റെ സ്നേഹത്തിൽ ജ്വലിക്കാനും നമ്മുടെ ആന്തരിക ആത്മീയ നയനങ്ങൾ തുറന്നു കിട്ടി അവൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം, കൂടെ നടക്കുന്ന സാന്നിധ്യം നമ്മളെപ്പോഴും അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ ദാഹത്തോടെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോലും വരേണ്ടത്. ഈശോയെ എൻ്റെ ഹൃദയം തുറന്നു തരണമേ, ഈശോ എൻ്റെ ആത്മീയ നയനങ്ങൾ അടഞ്ഞു പോയെങ്കിൽ തുറന്നു തരണമേ, എൻ്റെ കൂടെ നടക്കുന്ന ഈശോയെ, ഉദ്ധാനം ചെയ്ത ഈശോയെ എല്ലാ നിമിഷവും ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും അനുഭവിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ കരുത്തിൻ്റെ ഒരു അഭിഷേകം എനിക്ക് തരണമേ എന്ന് ഒരു വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനി ഇതിനേക്കാൾ മനോഹരമായൊരു കാര്യം, കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ ഈശോ വന്നിട്ട് പറഞ്ഞു, അവരുടെ മധ്യത്തിൽ നിന്നിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ബുദ്ധിതനായ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്ത് സമാധാനമാണ്. സമാധാനം, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഈശോ സമാധാനം പറഞ്ഞപ്പോൾ ഇവർ ഭയപ്പെട്ടു എന്ന് പറയുന്നത്. ഭയപ്പെടാൻ കാരണം എന്നാണെന്നറിയാവോ? ഇവർ ഭൂതമാണെന്ന് വിചാരിച്ചു, ഭയപ്പെട്ടു പോയി. അപ്പോഴാണ് കർത്താവ് താൻ ഉദ്ധിതനായ ക്രിസ്തുവാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് എന്തെങ്കിലും ഉണ്ടോ മക്കളെ കഴിക്കാൻ എന്നുണ്ടോ അവരുടെ മുമ്പിൽ വെച്ചത് കഴിച്ച് കാണിക്കുന്നത്. എന്നിട്ട് ഈശോ ആ തൻ്റെ മുറിവേറ്റ കരം കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഇതുപോലുള്ള കരം ഭൂതത്തിനില്ലല്ലോ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
വിശുദ്ധ ഗ്രന്ഥം നമ്മൾ കാണുന്നുണ്ട്, മാലാഖയുടെ വേഷം കെട്ടാനും പിശാചിന് പറ്റും. പക്ഷേ പിശാചിന് പറ്റാത്തൊരു കാര്യമുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ടവനാണ് യേശു. അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം അത് മുറിയപ്പെട്ട കരമായിരിക്കും. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത കരമാണ് യേശു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതുപോലെ മുറിവേറ്റിട്ടില്ലല്ലോ, ഈ മുറിവേറ്റ കരം പിശാചിനില്ലല്ലോ. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സഹനത്തെക്കുറിച്ചും അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ്റെ ആ അഭിഷേകത്തെക്കുറിച്ചും അവൻ നമുക്ക് വേണ്ടി സഹിച്ചതിനെക്കുറിച്ചൊക്കെ പറയാം. നമുക്ക് വേണ്ടി ഒരുവൻ മാത്രമേ സഹിച്ചിട്ടുള്ളൂ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരുവൻ മാത്രമേ കുരിശിൽ മരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഏതെല്ലാം രീതിയിലും ഏതെല്ലാം വിധത്തിലൊക്കെ തിന്മ നമ്മളിലേക്ക് വരുമ്പോൾ ഇതിനെ റിയലൈസ് ചെയ്യാൻ, അതായത് മാലാഖ വരുമ്പോൾ പോലും ഇത് ദൈവം അയച്ചതാണോ എന്ന് അറിയാനായിട്ട് എളുപ്പ വഴിയെന്ന് പറയുന്നത് ഒരു വിശുദ്ധൻ പറഞ്ഞു വച്ചിരിക്കുന്നത്, കരങ്ങൾ നോക്കുക. യേശുവിൻ്റെ അവൻ മുറിവേറ്റവനാണോ? മുറിവേറ്റ കരമുണ്ടെങ്കിൽ അത് ജീവിക്കുന്ന കർത്താവാണ്. അവൻ മുറിയപ്പെട്ടത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈശോ മുറിഞ്ഞത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതുകൊണ്ട് ഉദ്ധിതനായ ക്രിസ്തു കൂടെ നടക്കുമ്പോൾ അവൻ മുറിവേറ്റവനാണ് നമ്മെ പ്രതി. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വിഷമം എന്നാണെന്നറിയാവോ? നമ്മൾ നിരന്തരം മുറിയപ്പെട്ടുകൊണ്ടിരിക്കുക, വല്ലാതെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക, വല്ലാതെ അസ്വസ്ഥരാകുന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുടുംബത്തിൽ നിന്നും, കുടുംബാംഗങ്ങളിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, നമ്മുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൊക്കെ നിരന്തരം നമ്മൾ മുറിയപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സും മുറിഞ്ഞും ജീവിതം മുറിഞ്ഞും ഒക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുറിവേറ്റവനായ ക്രിസ്തു നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ മുറിവുകൾക്ക് വേണ്ടി മുറിഞ്ഞ കർത്താവ് എൻ്റെ ചാരയുണ്ട്, എൻ്റെ മുറിവുകൾ സുഖപ്പെടുത്താൻ വേണ്ടി മുറിയപ്പെട്ട കർത്താവ് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്താണ് സൗഖ്യമുള്ളവരായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ സൗഖ്യമുള്ളവരായി യേശുവിൻ്റെ വചനത്തെ അറിഞ്ഞ് അവൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കൂടെ യാത്ര ചെയ്യണമെന്നാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അതല്ല എങ്കിൽ നമ്മൾ മുറിവേറ്റവരായിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ യാത്രയിൽ മനസ്സ് മുറിഞ്ഞും നിരാശപ്പെട്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചും പാപത്തിലേക്കും തിന്മയിലേക്കും വീണും അശുദ്ധിയിലേക്കും പോയും ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടും ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാതെയും ഒരാത്മാവിന് യാത്ര ചെയ്യാൻ പറ്റും. അതിൽ നിന്നും കർത്താവ് തൻ്റെ സ്നേഹത്തിൽ നമ്മെ വീണ്ടെടുത്തത്, അവൻ ഉദ്ധാനം ചെയ്ത് നമ്മുടെ കൂടെ നടക്കുന്നത് ഈ അനുഭവങ്ങളിലെല്ലാം അവനോട് ചേർന്ന് നടക്കണമെന്നും അങ്ങനെ അവൻ നമുക്ക് വാഗ്ദാനം ചെയ്ത് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുവിൻ. അങ്ങനെ ഈ സുവിശേഷത്തിന് യേശുവിനെ സാക്ഷിയായി ഒരു ജീവിതം നയിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വായനകളെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ആത്മീയ തലമാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അറിവ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കണമെന്നില്ല, പക്ഷേ ആ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ ഓരോ നിമിഷവും ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമുക്ക് കരുത്തായി, നമുക്ക് ബലമായി, ധൈര്യമായിട്ട് മാറുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ തൻ്റെ ശരീരവും രക്തവും നമുക്ക് മുറിച്ചു തരുമ്പോൾ നമ്മുടെ ആത്മീയ നയനങ്ങൾ തുറക്കപ്പെടുകയും അവന് ജീവിക്കുന്ന സാന്നിധ്യം കാണാൻ, അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ.